വർഗീയതയുടെ വികസനം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൽ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വന്ന് ചേരുന്നുണ്ട്. വർഗീയതയും വലതുപക്ഷ ശക്തികളും തമ്മിലുള്ള കൂട്ടുകെട്ടിന് പുതിയ മാനങ്ങൾ ഉണ്ടാവുകയാണ്. നേരത്തെ RSS വലതുപക്ഷത്തെ വിജയിപ്പിക്കാൻ വോട്ട് ചെയ്തിരുന്നു. പക്ഷേ പട്ടാമ്പിയിലും EMSനെതിരായിട്ട്, പാലക്കാട് AKGക്കെതിരായിട്ട് RSS വോട്ട് UDF അനുകൂലമായിട്ട് നൽകുന്ന സ്ഥിതി മുമ്പ് ഒരു ഘട്ടത്തിൽ അവർ പ്രയോഗിച്ചിരുന്നു. UDF അത് നേടുകയും ചെയ്തിരുന്നു. പിന്നീടാണ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കോലീബി സഖ്യം, വടകര ബേപ്പൂർ സഖ്യം രൂപപ്പെട്ടത്. നേരത്തെ പറഞ്ഞ പട്ടാമ്പിയിലും പാലക്കാടും EMSും AKGയും ജയിച്ചിട്ടുണ്ട്. കോലീബി സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട ബേപ്പൂരും വടകരയും ഇടതുപക്ഷ പ്രസ്ഥാനം ജയിച്ചിട്ടുണ്ട്. അത് മാറി UDFൻ്റെ വോട്ടുകൾ BJPയിലേക്ക് ചെന്ന് അവരെ വിജയിപ്പിക്കുന്ന പ്രവണതയും ദൃശ്യമാവുന്ന കാര്യം ഞങ്ങൾ വെച്ചു. നേരത്തെ ഉള്ളതല്ല ഇപ്പോഴത്തെ ചിത്രം. UDFൻ്റെ വോട്ടുകൾ, അതാണ് തൃശ്ശൂരും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലുമൊക്കെ നമ്മൾ കണ്ടത്. BJPയിലേക്ക് വോട്ട് നൽകുന്ന തൃശ്ശൂർ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഇവിടെ തിരുവനന്തപുരത്തുണ്ടായ കോർപ്പറേഷൻ വാർഡിലും അവിടെ പഞ്ചായത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ SDPIക്ക് ജയിക്കാൻ സാധിക്കുന്ന നില രൂപപ്പെടുത്തുന്ന പ്രശ്നത്തിലും എല്ലാം നോക്കിയാൽ നേരത്തെ 2 പ്രാവശ്യം UDFന് അനുകൂലമായ RSSൻ്റെ വോട്ട് വിതരണവും പിന്നീട് ഇതിലെ കൂട്ടായിട്ടുള്ള കോലീബി സഖ്യവും ഇപ്പോഴും UDFൻ്റെ വോട്ടുകൾ BJPയിലേക്ക് എത്തുന്ന നിലയിൽ അതിവിടെ നിയമം മുതൽ കണ്ടതാണ്. ഇപ്പോൾ പാലക്കാടും കണ്ടതാണ്. 86,000 വോട്ടാണ് പാലക്കാട് കോൺഗ്രസിന് കുറഞ്ഞത്. അതിൽ 74,000 വോട്ടിനാണ് BJP ജയിക്കുന്നത്. ഞങ്ങൾക്ക് 16,288 വോട്ട് പുതുതായിട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. 3ാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് പോവുകയും കോൺഗ്രസിൻ്റെ സംഭാവന എന്ന നിലയിൽ സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്യുന്ന നില തൃശ്ശൂർ മണ്ഡലത്തിലുണ്ടായി എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോർപ്പറേഷൻ വാർഡുകളിലൊക്കെ ഈ പ്രവണത കാണുന്നുണ്ട്. SDPയെ ജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ജയിച്ച വാർഡ് 300-ലധികം വോട്ട് UDF SDPIക്ക് നൽകി ജയിപ്പിക്കുന്ന നില ഉണ്ടായിരുന്നു. ശ്രീവരാഹം വാർഡ് അവിടെ CPIഎമ്മിനെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് BJPക്ക് വോട്ട് ചെയ്യുന്ന നിലയിൽ ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ. അപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ പരീക്ഷണങ്ങളിലേക്ക് അവർ പോവുകയാണ്. ഇവിടെ കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷ രാഷ്ട്രീയം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. കേരളത്തിൻ്റെ പ്രത്യേകതകളെ കൃത്യമായിട്ട് അവലോകനം ചെയ്തുകൊണ്ട് മാത്രമേ സംഘടനാപരമായിട്ടുള്ള ബാധ്യതയും ചുമതലയും ഉയർത്തുന്ന വെല്ലുവിളി എങ്ങനെ നേരിടണമെന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പാർട്ടി കാണുന്നു. മുസ്ലിം ലീഗ് നേരത്തെ മതസംഘടനകളുമായി കൂടിച്ചേരുന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്, മതസംഘടനകളെ കൂടിച്ചേർത്ത്. ഇപ്പോൾ മതരാഷ്ട്രവാദികളുമായി സഖ്യം ചേരുകയാണ്. എന്താണ് അങ്ങനെ സഖ്യം ചേർന്നാൽ എന്ന ചോദ്യം ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് അവരെത്തുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും പോലുള്ള സംഘടനകളുമായാണ് അവർ ചേരുന്നത്. അതിപ്പോൾ ലീഗുകാർ ചേരുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സാണ്. യഥാർത്ഥത്തിൽ ഈ മതരാഷ്ട്രവാദികളായ തീവ്ര ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. RSSൻ്റെ കൗണ്ടർ പാർട്ട് പോലെ ജമാഅത്തെ ഇസ്ലാമിയും ഹിന്ദു രാഷ്ട്രവാദമാണ് BJP മുന്നോട്ടേക്ക് വെക്കുന്ന ഫാസിസ്റ്റിക് അജണ്ട എങ്കിൽ ഏതാണ്ട് അതേ രീതിയിൽ തന്നെ മുദ്രാവാക്യമാണ് ഇസ്ലാമിക രാഷ്ട്രം എന്ന രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയും ഭീകരവാദ സംഘടനയായിട്ട് നിലകൊള്ളുന്ന
SDP ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഇത് നമ്മൾ കാണുന്നത് നേരത്തെ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്ന ഇത്തരം സംഘടനകൾ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ നിർത്താതെ UDFന് വോട്ട് ചെയ്യുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. 17ാം ലോകസഭയിലും അതെ, 18ാം ലോകസഭയിലും അതെ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലതെ, അതുപോലെ തന്നെ മത്സരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് നേടി ജയിക്കാനുള്ള ശ്രമമാണ്, കോൺഗ്രസ് UDFൻ്റെ വോട്ട് നേടി മത്സരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ മതരാഷ്ട്രവാദികളുമായി നേരിട്ട് സഖ്യം ചേരുന്ന നിലയാണ് ഇപ്പോഴുള്ളത്. ഇത് കേരളത്തിലെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് നയിക്കാനുള്ള വഴി തുറക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കണ്ടാലേ നമുക്കിതിനെ തുറന്നു കാണിക്കേണ്ടുന്ന ബാധ്യത കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും. അതായത് മുസ്ലിം ലീഗിൻ്റെ അണികളെ മതരാഷ്ട്രവാദികളെ കൈകളിലേക്ക് എത്തിക്കാനുള്ള അവസരം അത് സ്വാഭാവികമായിട്ടും ലീഗിൻ്റെ അടിത്തറ തകർക്കുന്നതാണ്. ഉന്നം CPIM ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ RSSൻ്റെ നമ്പർ 1 ശത്രു CPIM, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു CPIM, ജമാഅത്ത് ഇസ്ലാമിൻ്റെയും SDP-യുടെയും ലീഗിൻ്റെയും 1ാം നമ്പർ ശത്രു CPIM. ഒരു ധാര രൂപപ്പെടുകയാണ്. CPIM-നെതിരായിട്ടുള്ള ഒരു ഐക്യധാര രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ പിന്നിലുള്ളത്. അതിൻ്റെ അർത്ഥം മുസ്ലിം കേന്ദ്രീകൃത മേഖലയിൽ ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് CPIM-ന് നിരപേക്ഷ നിലപാടുള്ള മുസ്ലിം ജനവിഭാഗങ്ങളിൽ ഉൾപ്പെടെ പാർട്ടിക്ക് സ്വാധീനം നേടാനാകുന്നു എന്നതാണ്. നല്ല രീതിയിലുള്ള സ്വാധീനം അത്തരം മേഖലയിൽ നേടുന്നു എന്നുള്ളത് വന്നപ്പോഴാണ് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ തന്നെ അണികളിൽ മതരാഷ്ട്ര നിലപാട് സ്വീകരിച്ചുകൊണ്ട് എന്തേ അങ്ങനെ ചെയ്താൽ എന്ന ചോദ്യം ചോദിക്കുന്ന അവസ്ഥ ഒരു സംശയവും വേണ്ട. സംഘപരിവാറിന് അനുകൂലമാണ്. മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെയും UDFൻ്റെയും കൃത്യമായ അടിത്തറ തോണ്ടുന്ന ഭാവിയിൽ ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കും അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനെല്ലാം തുറന്നു കാണിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ. ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് വർഗീയവൽക്കരണം ശക്തിപ്പെടുത്താൻ പുതിയ ഒരു പ്രസ്ഥാനം, ഇതിനിടെ അവർ റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാവാൻ പോകുന്നു എന്നാണ്. അതാണ് കാസ. മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിലെ വലിയ സ്വാധീനമുള്ള വിഭാഗമൊന്നുമല്ല ജമാഅത്ത് ഇസ്ലാമി SDP, ചെറു ന്യൂനപക്ഷമാണ്. പക്ഷേ വർഗീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ ഏകീകരിക്കാനാണ് ശ്രമം. ഇതുപോലെ മുസ്ലിം വിരുദ്ധതയിലൂന്നി ക്രിസ്തീയ താല്പര്യത്തിൻ്റെ പേര് പറഞ്ഞ് RSS തന്നെ ഉരുക്കുകൂട്ടിയ ഒരു പ്രസ്ഥാനമാണ് കാസ. അപ്പോൾ കാസയുടെ വരവ് മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ തന്നെ ശത്രുതാപരമായ നിലപാടിലേക്ക് എത്തിക്കാൻ ബോധപൂർവമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തല്ലും തലോടലും എന്ന് പറയുന്നില്ലേ സാധാരണ, എന്ന് പറഞ്ഞാൽ സാർവദേശീയ മേഖലയിൽ നിന്ന് വരുന്ന വിവിധങ്ങളായ അവർക്ക് കൈകാര്യം ചെയ്യേണ്ടുന്ന ആവശ്യങ്ങളുണ്ട്. അതിനെല്ലാം ഭീഷണിപ്പെടുത്തുക. ഒപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയതയെ വിഭജിച്ച് പരസ്പരം ഏറ്റുമുട്ടി, നമുക്കറിയുന്ന പോലെ നേരത്തെ പൊതുവെ ഇതെല്ലാം ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് RSSന് അനുകൂലമായ ഒരു പൊതു ചിത്രം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് കാസയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വേഗം തന്നെ കാസ ഒരു രാഷ്ട്രീയ പാർട്ടിയാവും എന്നും ഇതിനിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എത്രത്തോളമാണ് അതൊക്കെ എന്ന് പറയാൻ സാധിക്കുന്നത്.